ഉഹുദ് യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വഹാബി തൻ്റെ 13 വയസ്സുകാരനായ മകനെയും കൈപിടിച്ച് പ്രവാചകരോട് ഇങ്ങനെ പറഞ്ഞു: ഇവൻ്റെ എല്ലുകൾക്ക് മൂപ്പെത്തിയിട്ടുണ്ട്, ഇവനെ സൈന്യത്തിൽ ചേർക്കണം. നബി തിരുമേനി ആ ബാലനെ വീക്ഷിച്ച ശേഷം തിരികെ കൊണ്ടുപോയിക്കൊള്ളാനും യുദ്ധത്തിൽ പങ്കെടുക്കാൻ വലിപ്പമായില്ല എന്നും പറഞ്ഞു. ഈ ബാലനായിരുന്നു അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു. താനും യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് ശാഠ്യം പിടിച്ചപ്പോൾ പിതാവ് തിരുസന്നിധിയിലേക്ക് കൊണ്ടുപോയതായിരുന്നു. മദീനയിലെ ഹസ്രജ് ഗോത്രത്തിലായിരുന്നു സഈദ് എന്ന അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം. പിതാവ് മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു, മാതാവ് ഉനൈസ ബിൻത് അംർ റളിയല്ലാഹു അൻഹ. അൻസാറുകളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരാണ് മാതാപിതാക്കൾ. പ്രവാചകനോട് നേരിട്ട് ബൈഅത്ത് ചെയ്ത സ്ത്രീകളിൽ ഒരാളായിരുന്നു മാതാവ്. അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരങ്ങളാണ് ഖത്താദത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു, ഉമ്മു സഹൽ ബിൻത് അൽ നുഅ്മാൻ, സാബിത്ത് ഇബ്നു നുഅ്മാൻ തുടങ്ങിയവർ. സഹോദരി ഫരിയ ബിൻത് മാലിക് റളിയല്ലാഹു അൻഹ. ഖന്തക് യുദ്ധത്തിലും തുടർന്നുള്ള യുദ്ധങ്ങളിലും അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പങ്കെടുത്തു. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ആരെന്താക്ഷേപിച്ചാലും വകവയ്ക്കുകയില്ലെന്ന പ്രവാചകരോട് പ്രതിജ്ഞയെടുത്ത വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഹുദൈഫയുടെ കാലത്ത് അദ്ദേഹം മദായിനിൽ പോയി ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നഹ്റവാൻ എന്ന സ്ഥലത്ത് വെച്ച് ഖവാരിജ് വിഭാഗത്തോട് പടപൊരുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഈദ് റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇപ്രകാരമാണ്: സത്യം കാണുകയോ ഗ്രഹിക്കുകയോ ചെയ്താൽ നിങ്ങളാരും ജനങ്ങളെ പേടിച്ച് ഒരിക്കലും അത് പറയാതിരിക്കരുത്. ഈ അനർഘ തത്വം അബൂ സഈദ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചു. ദാരിദ്ര്യം കൊണ്ട് വീർപ്പുമുട്ടിയാണ് അദ്ദേഹവും മാതാവും കഴിഞ്ഞിരുന്നത്. ആ നാളുകൾ അദ്ദേഹം അനുസ്മരിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ പിതാവ് ഉഹുദ് ദിവസം തന്നെ രക്തസാക്ഷിയായി. ഒരു സ്വത്തുമില്ലാതെയാണ് അദ്ദേഹം ഞങ്ങളെ പിരിഞ്ഞത്. അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു: മകനെ, തിരുസന്നിധിയിൽ പോയി നമുക്ക് വല്ലതും ചോദിച്ചു നോക്കൂ. അങ്ങനെ ഞാൻ ചെന്ന് സലാം ചൊല്ലിയിരുന്നു. തിരുമേനി സഹചരന്മാരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. സ്വാശ്രയാശീലനെ അള്ളാഹു ഐശ്വര്യവാനാക്കും, ലളിത ജീവിതം നയിക്കുന്നവനെ അള്ളാഹു സുഖം പ്രദാനം ചെയ്യും എന്ന വാക്യത്തോടെയാണ് അദ്ദേഹം എന്നെ സ്വാഗതം ചെയ്തത്. തിരുമേനി എന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ഒന്നും സംസാരിക്കാതെ തിരിച്ചു പോന്നു. പോയ കാര്യം എന്തായി എന്ന് ഉമ്മ ചോദിച്ചപ്പോൾ ഞാൻ സംഭവം വിവരിച്ചു കൊടുത്തു. അള്ളാഹുവിനോർത്ത് ഞങ്ങൾ ക്ഷമിച്ചു. ഞങ്ങൾക്ക് അല്പം ഉപജീവനം കിട്ടി. കുറച്ചു കഴിഞ്ഞപ്പോൾ മുമ്പത്തേതിലും കടുത്ത വറുതി നേരിട്ടു. അപ്പോൾ ഞാൻ തിരുമേനിയോട് വീണ്ടും ചോദിക്കാൻ പോയി. അനുചരന്മാരുടെ കൂട്ടത്തിലിരിക്കുകയായിരുന്നു പ്രവാചകർ. ആദ്യം പറഞ്ഞ വാക്കുകളോടെയാണ് ഇപ്പോഴും പ്രവാചകർ എന്നെ സ്വീകരിച്ചത്. ഇത്രയും കൂടി അദ്ദേഹം ഇത്തവണ പറഞ്ഞു: ഒരു ഊക്കിയ സ്വർണത്തിന് തുല്യം സ്വത്തുള്ള ഒരാൾ യാചിച്ചാൽ അവൻ ഭിക്ഷക്കാരനാണ്. എൻ്റെ യാക്കൂത്ത് എന്നു പേരായ ഒട്ടകം ഒരു ഊക്കിയയേക്കാൾ വിലയുള്ളതാണ് എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ പ്രവാചകരോടൊന്നും ചോദിക്കാതെ ഞാൻ മടങ്ങുകയും ചെയ്തു. അള്ളാഹു സത്യം, ഇതിൽ പിന്നെ പട്ടിണി പറഞ്ഞ തിരുമേനിയുടെ അടുക്കൽ ഒന്നും ചോദിക്കാൻ ഞാൻ പോയിട്ടില്ല. അള്ളാഹു ഞങ്ങളുടെ മേൽ അവൻ്റെ ബറക്കത്തിറക്കി. അദ്ദേഹം തുടർന്നു പറഞ്ഞു: അതിനാൽ ഞങ്ങളുടെ കുടുംബത്തേക്കാൾ സമ്പന്നരായ ഒരു അൻസാർ കുടുംബത്തെയും എനിക്കറിയില്ല. അൽഹംദുലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ ഹാജരാകാനും അവിടെ നിന്ന് ലഭിക്കുന്ന വിജ്ഞാന ശകലങ്ങൾ സത്യസന്ധമായ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാനും അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത 1000-ൽ പരം ഹദീസുകൾ വിവിധ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചു. ബുഖാരിയും മുസ്ലിമും കൂട്ടായി അംഗീകരിച്ച 46 ഹദീസുകളും ബുഖാരി തനിച്ചു രേഖപ്പെടുത്തിയ 16 ഹദീസുകളും മുസ്ലിം തനിച്ചു രേഖപ്പെടുത്തിയ 52 ഹദീസുകളും ഇതിൽപ്പെടും. ഹദീസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം തികഞ്ഞ വസ്തുനിഷ്ഠത പാലിച്ചു. ഒരു ദിവസം അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിച്ചപ്പോൾ റസൂലിൽ നിന്ന് ഇത് താങ്കൾ കേട്ടിട്ടുണ്ടോ എന്ന് സദസ്യരിൽ ഒരാൾ ചോദിച്ചു. ക്ഷുഭിതനായി അദ്ദേഹം പറഞ്ഞു: ഞാൻ കേൾക്കാത്തത് നിങ്ങളോട് പറയുമോ? റസൂലിൻ്റെ പേരിൽ കള്ളം പറയുന്നവന് നരകത്തിലാണ് ഇരിപ്പിടം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കർമ്മരംഗത്തും വിജ്ഞാന രംഗത്തും ദീർഘസേവനം കാഴ്ചവെച്ച ശേഷം
ഹിജ്റ 74 അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു വഫാത്തായി. ബഖീയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്.